പരിഹാരം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്വാഭാവികമായിട്ടും ഒരു സമയം ക്രമം ഉണ്ടാവും ഇതിന്. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തിരിച്ചു വരും. വരില്ലേ? വരട്ടെ. അങ്ങനെ ഫൈനലി രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരുന്നു മക്കളെ. ഇത് ഞാൻ പറഞ്ഞല്ല. അപ്പോൾ കുറേ ആളുകൾ പറയും നീ ഇത് തന്നെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഇത് എബിൻ വർക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ പോസ്റ്റ് വയ്ക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കും, അബിൻ വർക്കി. ഇപ്പം അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 4 ശേഷം തിരിച്ചെടുക്കുന്ന കാര്യം, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യം അപ്പോൾ അറിയും. മെയ് 4 ശേഷമാണ് തിരിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിനൊക്കെയാണ്, ചർച്ച ചെയ്യുന്നതിനൊക്കെയാണ് പറയുന്നത്. അപ്പം എബിൻ വർക്കി ആരാന്ന് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. രാഹുൽ മാങ്കൂട്ടവും എബിൻ വർക്കിയും അതുപോലെ ഷാഫി പറമ്പിൽ ഇവരൊക്കെ ഒരുമിച്ച് കയറി വന്നു. യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഒരുമിച്ച് ഒരേ രീതിയിൽ വർക്ക് ചെയ്ത് കയറി വന്നിട്ടുള്ള ആളുകളാണ് ഈ UDF ഈ പ്രസ്ഥാനത്തിലേക്ക്. അപ്പോൾ അത് തന്നെ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരവൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എത്ര പേരുണ്ടെന്ന് അറിയാനാണ്. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം അബിൻ വർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ മീഡിയ വണ്ണിന് റീസെൻ്റായിട്ട് കൊടുത്ത അതിനകത്തും അബിൻ വർക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ ഒരു സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അബിൻ വർക്കി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇലക്ഷൻ വോട്ടെണ്ണലിന് ശേഷം മെയ് 4 ശേഷം രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ UDF ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അബിൻ വർക്കി മീഡിയ വണ്ണിന് കൊടുക്കുന്ന ഒരു ഇതൊന്ന് കണ്ടു നോക്കാം. അബിൻ ചേട്ടനായാലും ഷാഫി പറമ്പിലായാലും ഹൈബീഡനായാലും രാഹുൽ മാങ്കൂട്ടായാലും ഒരു നിരയെ പോലെ ഒന്നിച്ച് വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരായിരുന്നല്ലോ. കൂട്ടത്തിൽ പെട്ടെന്ന് ഒരാൾ വീണു. അപ്പം എന്താ തോന്നിയത്? അല്ല, ആ വീഴ്ചയിൽ സത്യത്തിൽ നമുക്കൊക്കെ വലിയ സങ്കടമുള്ള വീഴ്ചയാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവരിലേക്കാളൊക്കെ കൂടുതൽ എനിക്കൊരു വളരെ ക്ലോസ് റിലേഷൻ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു വീഴ്ച, അത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്ന വീഴ്ച തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം അത് തിരുത്തി വരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയല്ല, ഇത് നമുക്കറിയുന്നതിനൊക്കെ പല പേഴ്സണൽ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു വളരെ അൾട്രാ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ഷെയർ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പേഴ്സണൽ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും ഉണ്ട്. വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ചൂഴ്ന്നിറങ്ങിയൊന്നും അഭിപ്രായം തേടാറുമില്ല, ചോദിക്കാറുമില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ പറയേണ്ട കാര്യങ്ങളിൽ അഭിപ്രായമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പേഴ്സണലായി ഷെയർ ചെയ്യാറുള്ള ആളുകളായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇനിയിപ്പോൾ അതിൻ്റെ എന്ത് കാരണങ്ങളാണെങ്കിലും ആ വീഴ്ചയിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞങ്ങൾ ഒരേ രീതിയിൽ പ്രവർത്തിച്ചു വന്നവരായിരുന്നു, ഞങ്ങൾ ഒരുപാട് ക്ലോസ് റിലേഷൻസ് ഉള്ളവരായിരുന്നു. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നു അയാൾ തെറ്റിദ്ധരുത്തി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. അതെ, രാഹുൽ തിരുത്തി പുള്ളിക്കാരൻ തിരിച്ചു വരുമെന്ന് പുള്ളിക്കാരൻ രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 24 ആഷ്മിക്ക് കൊടുത്ത എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിനകത്ത് രാഹുൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊക്കെ പിന്നെ വ്യക്തിപരമായിട്ടുള്ള പുള്ളിയുടെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യം രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിട്ട് പുള്ളിയെ ഇങ്ങനെ ഈ ഒരു ഇലക്ഷനിൽ മാറ്റി നിർത്താൻ വരെ കളിച്ചൊരു നാറിയ കളി, അതെന്തായാലും ഒരു നല്ല കളിയായിരുന്നില്ല എന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പം പുള്ളിക്കെതിരെ കോടതി വരെ, സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അല്ലേ. രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല എന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുറ്റക്കാരനല്ലാതെ ഉഭയകക്ഷി സമ്മതപ്രകാരം ഇങ്ങനെയുള്ള ഒരു പരിപാടി കേസുകളൊന്നും കോടതി എടുക്കത്തില്ല. ഇങ്ങനെ നാട്ട കേസുകളൊന്നും കോടതി, കാരണം രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേപോലെ തെറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഒരാൾ മാത്രം എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നത്? അതുമാത്രമല്ല, ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. പരാതിക്കാരി ആരാണെന്നോ എന്താണെന്നോ പരാതി കൊടുക്കുന്ന രീതിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. മൊത്തവും ഫുള്ള് അലത്ത് കൊലത്ത് ഒരു ദുരന്തമെന്ന് വേണമെങ്കിൽ തന്നെ പറയുന്ന രീതിയിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നത്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ഈ ഇലക്ഷനിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പരിപാടിയൊക്കെ ചെയ്തത്. ഇലക്ഷനിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വായടച്ച് മിണ്ടാതിരിക്കുമെന്നാണ് ഇവിടേക്ക് ഇതിനകത്ത് കളിച്ച ആളുകൾ വിചാരിച്ചത്. പക്ഷേ അതിലും മേലെ പുള്ളി പുറത്തിരുന്നുകൊണ്ട് പ്രവർത്തിച്ചു. ഈ ഒരു UDF നല്ലൊരു മൈലേജ് അവസാന ആഴ്ചകളിൽ നല്ലൊരു മൈലേജ് എന്തായാലും പുള്ളി ഉണ്ടാക്കി കൊടുത്തു അല്ലേ. ഓക്കെ, ഇനി ബാക്കിയും കൂടെ ഒന്ന് കേട്ടോ. ഈ ഒരു വിഷയത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി ഇനി എന്താണ്? ഭാവി ഇല്ലാതായിപ്പോയി, രാഷ്ട്രീയ ഭാവി ഇല്ലാന്നൊരു പൊതുവെ ഒരു പറച്ചിലുണ്ട്. അപ്പം താങ്കൾക്ക് തോന്നുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിച്ചു എന്ന്? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന്
ഈ കേസ് ലീഗൽ വിഷയങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം, മകനെ മടങ്ങി വരൂ ഇഷ്യൂ രാഹുൽ, ഈ പോസ്റ്റുകളൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചു വരവ് എപ്പോൾ സാധ്യമാകും? അല്ല, അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇപ്പോൾ ഒരു ലീഗൽ ഫോമിലാണ് ആ വിഷയങ്ങൾ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നിയമപരമായിട്ടുള്ള കുറേ പ്രൊസീഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്വാഭാവികമായിട്ട് ഒരു സമയം ക്രമം ഉണ്ടാവും ഇതിന്. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തിരിച്ചു വരും. വരില്ലേ? വരുമോ? വരട്ടെ. തിരിച്ചു വരാതെ പിന്നെ എവിടെ പോകാനാ? അത്ര വലിയ കുറ്റമൊന്നും പുള്ളി ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഭരണപക്ഷത്തിരിക്കുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതും രണ്ട് പക്ഷം, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഒരു കസേരയിൽ ഒരു മന്ത്രിമാരും ഒരു MLA-മാരും ഇന്നിവിടെ കാണത്തില്ലായിരുന്നു അല്ലേ? രാഹുൽ ചെയ്തതിനേക്കാൾ രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, അപ്പം ഇതുമായിട്ട് വന്നിട്ട് രാഹുൽ കുറ്റക്കാരനാണെന്നാണ് പലരും പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ രാഹുൽ ചെയ്തതിനേക്കാളും എത്രയോ കുറ്റങ്ങൾ, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് കയറിയിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മുകേഷ് MLA, ഗണേഷ് കുമാർ ഇപ്പം ഈ നിയമസഭാ ഇലക്ഷന് മത്സരിച്ചല്ലോ. ഗണേഷ് കുമാറിനെതിരെ വന്ന ആ ഒരു ആരോപണം വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഇലക്ഷന് തൊട്ട് മുമ്പേ. എന്നിട്ട് എൻ്റെ ഗണേഷ് കുമാർ ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ രാഹുലിൻ്റെ ഭാവി ഇതോടെ തീരണമെങ്കിൽ പല ആളുകളുടെയും ഭാവി എന്നേ തീരേണ്ടതായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും രാഹുൽ ശക്തനായിട്ട് തന്നെ തിരിച്ചു വരും. എന്നാലും രാഷ്ട്രീയത്തിലെ തീയിൽ കുരുത്ത മുതൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം അവസാനത്തെ ഒരാഴ്ചയിൽ രാഹുൽ പടച്ചു വിട്ട വീഡിയോകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി രാഹുലിന് ഇപ്പം ഈ അബിൻ വർക്കി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. രാഹുലിനെ ഇതിനകത്ത് ഒതുക്കിയതാരാന്ന് ഞാൻ എപ്പോഴും പറയും, ഭരണപക്ഷം മാത്രമല്ല, ഭരണപക്ഷം ഇതിനകത്ത് രാഹുലിനെ ഒന്ന് പുറത്താക്കി നിർത്താൻ, ഈ വരാനിരിക്കുന്ന ഇലക്ഷന് പുറത്താക്കി നിർത്താൻ ഒരു കളി കളിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. പക്ഷേ ആ കളിക്ക് ഒരു സപ്പോർട്ട് നൽകി ഒരു പുഷ് ചെയ്ത് കളിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടതാണ്, ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് പ്രതിപക്ഷത്ത് നടന്നിട്ടുള്ള നാടകങ്ങൾ, എത്ര ആളുകളെ ഒതുക്കിയിട്ടാണ് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരെ നിയമിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? പ്രതിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കിയ പ്രതിപക്ഷത്തു നിന്നും രാഹുലിനെ ഒതുക്കാൻ ആളുകൾ ഇല്ലെന്നില്ല, ഉണ്ടായിരുന്നു എന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു പരാതി ഒരു പരാതി പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. റിനിയുടെ ഒരു വാക്ക് കേട്ടുകൊണ്ട് ആ പെണ്ണിൻ്റെ പേര് പറയുന്നതേ സത്യം പറഞ്ഞാൽ പല ആളുകൾക്കും അത് കേൾക്കുന്നതേ, റിനി എന്ന പേര് പറയുന്നത് കേൾക്കുന്നതേ വെറുപ്പാണ്. കാരണം അവരൊരാൾ കാരണമാണല്ലോ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഇപ്പം പുറത്തിരിക്കുന്നതും ഈ ഇലക്ഷന് പുള്ളി മത്സരിക്കാതെ അവരൊരാൾ കാരണമാണ്. അപ്പം റിനിയുടെ ഒരു വാക്ക് കേട്ടുകൊണ്ട് സതീശൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പരാതിയും ഒന്നും കിട്ടിയില്ല. റിനിയുടെ വാക്ക് കേട്ടിട്ടുണ്ട്, എൻ്റെ മോളെപ്പോലെ ഇരിക്കുന്ന, എൻ്റെ മകളെപ്പോലെ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് VD സതീശൻ വന്നിരുന്ന് പറഞ്ഞതും 24 മണിക്കൂറിനകം പുറത്താക്കി എന്നൊക്കെ പറഞ്ഞെല്ലാം നമ്മൾ കേട്ടതാണ് ഇല്ലേ? ഇപ്പോഴും അതിൻ്റെ വാർത്തകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഭരണപക്ഷത്തെക്കാളും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് രാഹുലിനെ ഒതുക്കാൻ ഗൂഢാലോചന നടത്തിയത്. ഞാൻ എന്തായാലും അഭിമറിക്ക് പറയുന്ന ബാക്കി കാര്യം കൂടെ ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം കൂടെ, 1-2 കാര്യം കൂടെ നോക്കാം. ശരിക്കും രാഹുൽ മാങ്കൂട്ടം നേരിട്ട ആ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു ആരോപണം കോൺഗ്രസിനെ എത്രമാത്രം ഉലച്ചിട്ടുണ്ട്? അല്ല, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നണി പോരാളിയായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും അതിനു മുന്നേയും പാലക്കാട് MLA എന്നുള്ള നിലയിലും ഏറെ സ്തുത്യർഹമായ സേവനം, അത് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു വലിയ ഒരു നെടുനായകത്വം വഹിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആരോപണം തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വലിയ വേദന പകർന്ന ഒന്നാണ്. കാരണം ഞങ്ങളുടെ ഒരു മുന്നണി പോരാളിയായി നിൽക്കുന്ന ഒരാൾക്കെതിരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആരോപണം അത് സ്വാഭാവികമായ ഒരു വേദന ഉണ്ടാക്കും. പക്ഷെ നേതൃത്വം ആ സമയത്ത് എടുത്തത് അവരുടെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ് അവരെടുത്തത്. കാരണം നമുക്കൊന്നും അതിനകത്ത് റോളില്ല എന്തെങ്കിൽ പോലും അവർ പറയുന്ന അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അവരെടുക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഒരു പരാതി പോലുമില്ല, ഒരു കേസ് പോലുമില്ല. ഇത് വരുമ്പോൾ തന്നെ അവർക്ക് ലഭിച്ച ചില വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു ധാർമ്മികമായ തീരുമാനമെടുത്തു. ആ തീരുമാനം ആ ഘട്ടത്തിൽ
അത്യന്താപേക്ഷിതമായിരുന്നു ആ ഘട്ടത്തിൽ. അപ്പോൾ ആ ഘട്ടത്തിൽ എടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും കോൺഗ്രസിനെയും പിന്നെ തുലനം ചെയ്യാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് എടുത്ത അത്ര ധീരമായ നിലപാട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തിട്ടില്ല. ഇന്നും CPM അതിനെ വിമർശിക്കുമ്പോൾ CPMൻ്റെ കൂടെ ഇരിക്കുന്ന MLA-മാരിൽ പലരും ആ പാർട്ടിയിലെ ഭാരവാഹികളും MLA-മാരുമാണ് ഈ സമാനമായ ആരോപണം നേരിടുന്നവരാണ്. പക്ഷേ കോൺഗ്രസ് അപ്പോഴെടുത്തൊരു തീരുമാനം ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളത് തന്നെയാണ്. സംശയത്തിൻ്റെ ലേശം എന്ന് ഞാൻ തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ടും ഇത്ര കാലം കഴിഞ്ഞു, അതിനകത്തൊരു പരാതികളില്ല, അതിനകത്ത് മറ്റൊരു കാര്യങ്ങളില്ലാത്ത പക്ഷം കോൺഗ്രസ് മറ്റൊരു ഘട്ടത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ അത് പുനഃപരിശോധിക്കുമായിരിക്കും. അപ്പോഴും നേതൃത്വം എന്താണോ തീരുമാനിക്കുന്നത്, നേതൃത്വം അത് പരിശോധിച്ച് എന്താണ് സാഹചര്യമെന്ന് അവർ വിലയിരുത്തി, അപ്പോഴും ആ സാഹചര്യമാണെന്ന് അവർ വിലയിരുത്തിയാൽ അതാണ് ശരി. ഇനി അതല്ല, അത് പുനഃപരിശോധിക്കേണ്ട ഘട്ടമാണ് എന്ന് നേതൃത്വം വിലയിരുത്തിയാൽ അതാണ് ശരി. എന്താണ് നേതൃത്വം പറയുന്നത് അതെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ശ്രീ രാഹുലിന് ഉണ്ടായ ആ പ്രശ്നം അത് ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കും വേദനയാണ്. എനിക്ക് വ്യക്തിപരമായിട്ടും വലിയ വേദനയാണ് ഉണ്ടാക്കിയത്. അത് ഒരു ഉലച്ചിൽ എന്നുള്ളതിനപ്പുറമാക്കിയായിട്ടൊരു വേദന മാത്രമാണ്. ഓക്കെ, അബിൻ വർഗീയും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പരാതി ആരോപണം വന്ന സമയത്ത് അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, അല്ലെങ്കിൽ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ, എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇങ്ങനൊരു ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതാരാണെന്ന് നമുക്കറിയാം. VD സതീശൻ തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്നിട്ട് ഇലക്ഷന് മുമ്പ് VD സതീശൻ മുന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ എന്താണ്, ചങ്ക് പൊട്ടിയെടുത്ത തീരുമാനമാണെന്നാണ് VD സതീശൻ ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞത്. അതിന് മുമ്പ് VD സതീശൻ എന്താണെന്ന് പറഞ്ഞത് നല്ല ജനങ്ങൾക്കറിയാം. പല സമയത്തും പല ഇതാണ് മാറ്റി പറയുന്നത്. ഇലക്ഷന് മുമ്പ് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി, രാഹുലിൻ്റെ പേരിൽ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് VD സതീശൻ വന്നിരുന്ന് മെഴുകിയതാണ്. നമുക്കെല്ലാവർക്കും അധികാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാവുന്ന കേസാണ്. ഇപ്പം ഇവിടെയും ഇപ്പോൾ അബിൻ വർക്കി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തീരുമാനം കുറച്ചും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് എടുക്കണമായിരുന്നു. കാരണം ഒരു പരാതിയും ഒന്നും തന്നെ കിട്ടുന്നതിന് മുമ്പേ ഈ പറഞ്ഞിട്ടുള്ള ഒരു റിനിയുടെ ഒരു വാക്ക് കേട്ടിട്ടാണ് VD സതീശൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ചെടുക്കാനും അവസരം ഉണ്ടായിരുന്നു. കോടതിയിൽ നിന്നുള്ള, സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധികളും കാര്യങ്ങളും നമ്മൾ ജാമ്യം കൊടുക്കാൻ നേരത്ത് കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത്, സുപ്രീം കോടതി വിധി എന്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ജാമ്യം കൊടുക്കാമെന്നായിരുന്നു. നേരെ മറിച്ച് ഗണേഷ് കുമാറിൻ്റെ കേസ് വന്ന സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാമായിരുന്നു, ഇല്ലേ? മത്സരിപ്പിക്കണ്ട, പക്ഷെ തിരിച്ചെടുക്കാമായിരുന്നു. അതും ചെയ്തില്ല. ഓക്കെ, ബാക്കി കൂടെ കേട്ടോക്കാം. ബന്ധപ്പെട്ടത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണെന്ന് പറയുന്നവരുണ്ട്. അതല്ല, രാഹുൽ തെറ്റുകാരനാണെന്ന് പറയുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസിന് അതിനകത്തൊരു നിലപാടുണ്ട്, നമ്മൾ കണ്ടതാണ്. വ്യക്തിപരമായി കൂടി കോൺഗ്രസ് എന്ന പാർട്ടിയെ നമ്മളെല്ലാവരും പറയുന്നത് വ്യക്തികൾക്ക് വ്യക്തിപരമായ നിലപാടുണ്ടാവാനും അത് പ്രകടിപ്പിക്കാനും കഴിയുന്നൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് കോൺഗ്രസിനെ കാണുന്നത്. വ്യക്തിപരമായി താങ്കൾ എങ്ങനെയാണ് രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ കാണുന്നത്? അതിന് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, എനിക്കത് ഞാനുമായി ബന്ധപ്പെട്ട് എനിക്കോ ഒരു പരാതിയോ അല്ലെങ്കിൽ എനിക്കിതിൻ്റെ വസ്തുതകളെ പറ്റിയോ അറിയില്ല. എന്നോടാരും ഇതുവരെ അതുമായി സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആ വിഷയങ്ങളിലുണ്ടായ എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ മുമ്പിൽ പാർട്ടി എടുത്ത നിലപാട് മാത്രമാണുള്ളത്. പാർട്ടി പറയുന്നത്, പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത് അതൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്തതാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇത്ര നാളായിട്ടും അതിനകത്ത് മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പരാതി നമ്മൾ കാണുന്നില്ല. അതിനകത്ത് കേസുകൾ ഒട്ടേറെ ചാർജ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതൊന്നും നടക്കുന്നതായും കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നേതൃത്വം പരിശോധിക്കട്ടെ. നേതൃത്വത്തിന് എന്താണോ അവർ ചിന്തിക്കുന്നത്, അവർക്ക് ആ ഘട്ടം എത്തുമ്പോഴും അവരുടെ ബോധ്യമാണ് ശരിയെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നേതൃത്വം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയല്ലല്ലോ. സ്വാഭാവികമായിട്ടും KPCC നേതൃത്വവും പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എല്ലാം ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്. ഇത്രയധികം ആളുകൾ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനത്തെ, അവരുടെ ബോധ്യത്തെ വെല്ലുവിളിക്കാനൊന്നും ഞാനല്ല, ആളല്ല. പക്ഷെ അവരെടുക്കുന്ന ഏത് തീരുമാനം, അത് പുനഃപരിശോധിച്ചിട്ടെടുക്കുന്ന തീരുമാനമാണെങ്കിൽ അത് ഏത് തീരുമാനത്തെയും അപ്പാടെ അംഗീകരിക്കാനാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തനം എന്നുള്ളതിൽ എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ അബിൻ വർക്കി പറഞ്ഞ പോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ ഞാൻ പ്രവർത്തിക്കും. ഇപ്പോൾ പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ മത്സരിക്കും, പാർട്ടി പുറത്ത് നിൽക്കാൻ പറഞ്ഞാൽ അതിന് ആജീവനാന്തം മുഴുവൻ പുറത്ത് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്ന് രാഹുൽ കാരണം അതൊക്കെയാണ് ഒരു കറകളഞ്ഞൊരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ തന്നെയാണ്. അവരൊരു പ്രസ്ഥാനത്തിൽ അവർ അടിയുറച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം മരണം വരെ ആ ഒരു പ്രസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കണ്ടാണ് എന്തോരം ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടി പോയിട്ടുള്ളത്, അല്ലേ, സീറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു കാര്യം നോക്കുവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ ഉണ്ടല്ലോ, പുള്ളിയൊക്കെ
വേറൊരു മുതൽ തന്നെയാണ്. ഇപ്പം ഇത്രയും ആയിട്ട് പോലും പുള്ളിയെ ഇതുവരെ ഈ ഒരു പ്രസ്ഥാനം പുള്ളിക്ക് എന്താണ് സംസാരിക്കാനുള്ളത്, പുള്ളിക്ക് എന്താണ് സംഭവിച്ചത്, ഇതിനെ പറ്റിയിട്ടൊന്നും പുള്ളിക്ക് പറയാനുള്ളത് കാര്യം പോലും കേൾക്കാനുള്ളതൊന്നും ഈ പാർട്ടി കേട്ടിട്ടില്ല എന്ന് രാഹുൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. എന്നിട്ട് പോലും ഈ പാർട്ടിയെ പറ്റിയിട്ട് ഇച്ചി പോന്ന് ഒന്ന് തള്ളിപ്പറയാൻ പോലും നിന്നിട്ടില്ല ഇല്ലേ. അതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവർ തിരിച്ചെടുക്കുന്നെങ്കിൽ തിരിച്ചെടുക്കട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത്. കാരണം രാഹുൽ എന്നൊരു വ്യക്തി ഈ പറഞ്ഞ പോലെ UDFൻ്റെ ഒരു സമയത്ത് UDF പ്രസ്ഥാനത്തിന് യൂത്ത് കോൺഗ്രസ്സൊക്കെ എവിടെ കിടന്നതാണ്, ആ യൂത്ത് കോൺഗ്രസ്സിനൊക്കെ താഴെ കീഴോട്ട് ഒടിഞ്ഞു കിടന്ന യൂത്ത് കോൺഗ്രസ്സിനെയൊക്കെ ഉയരത്തിനിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ ഈ പറഞ്ഞിട്ടുള്ളൊരു ആ നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാഹുലിൻ്റെയൊക്കെ ഒരു പ്രകടനങ്ങൾ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനം കുറച്ച് ഗ്ലച്ച് പിടിച്ച് മേലോട്ട് കയറി വന്നത്. കുറേ എണ്ണം കൂടെ കയറി നിന്നിട്ട് നശിപ്പിച്ചൊരു പ്രസ്ഥാനമാണ്. അതിനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇവരെയൊക്കെ വലിയൊരു പങ്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും അപ്പോൾ ഈ ഒരു വലിയൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു പാർട്ട് 2 കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പാർട്ട് 2 നമുക്ക് ഉടനെ ചെയ്യാം.